ഹൈദ് നിഫാസ് ഉള്ളവർക്ക് റമദാന്റെ നോമ്പ് നിർബന്ധമില്ല. പ്രായപൂർത്തി ഇല്ലാത്ത കുട്ടികൾക്കും നിർബന്ധമില്ല. പക്ഷേ നിസ്കാരം പോലെ 7 വയസ്സായാൽ നോമ്പ് പരിശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് നോമ്പ് നോക്കില്ലെങ്കിൽ അതിന്റെ പേരിൽ അടിക്കലും രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്. ഇനി മുക്കല്ലം എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പ്രാപ്തനുള്ളവർക്ക്, ബുദ്ധി ഇല്ലാത്തവർക്ക് അവർക്കും റമദാന്റെ നോമ്പ് നിർബന്ധമില്ല. ഇനി മുദ്ദിയുണ്ടല്ലഹു റമദാന്റെ നോമ്പ് നിർബന്ധമാകണമെങ്കിൽ ആവതുണ്ടാകണം. പ്രായപൂർത്തിയായി ബുദ്ധിയുണ്ട്, ശുദ്ധിയുണ്ട്, പക്ഷെ എന്തില്ല, ആവതില്ല. എന്തുകൊണ്ട്? ഒന്നിരിക്കലോ വയസ്സായ കാരണമാണ്, അതല്ലെങ്കിൽ രോഗം കാരണമാണ്, അതല്ലെങ്കിൽ യാത്രയിൽ ഉണ്ടായതാണ്. ഇങ്ങനെ പല നിലക്കും ആവതില്ലാതെ വരാം. എങ്കിലും റമദാന്റെ നോമ്പ് നിർബന്ധമില്ല. അതിൽ ചിലർക്ക് കവാവിന്റെ നിർബന്ധമുള്ളവരുണ്ട്, ഇല്ലാത്തവർ പിന്നെ നോക്കാം. അപ്പൊ റമദാന്റെ നോമ്പിന്റെ ആവട്ടെ അല്ലാത്ത നോമ്പാവട്ടെ, ഫർദ് 2. നിസ്കാരത്തിന് 14 ഫർദ് ഉള്ളതുപോലെ നോമ്പിന്റെ ഫർദ് 2 ഉള്ളൂ. എത്ര? ഒന്നാമത്തത് നിയ്യത്ത്. നമുക്കറിയാം, നാം നിയ്യത്ത് വെച്ചിരിക്കാം. പക്ഷെ 2 നിയ്യത്ത് ചെയ്യണം, അല്ലെ? ഒന്നോ റമദാന്റെ എല്ലാ ദിവസത്തിനും നോമ്പ് നോക്കാൻ നിയ്യത്ത് ചെയ്യും. പിന്നൊന്നോ നാളത്തെ, ഇന്നത്തെ ദിവസത്തിന് നോമ്പിന് ഒരു പ്രത്യേകമായ നിയ്യത്ത്. ഫർദായ നോമ്പിന്റെ നിയ്യത്തിന് 2 ഷർത്തുണ്ട്. ഒന്ന് തബീത്, അതായത് രാത്രിയിൽ തന്നെ ആവുക. ഷാഫി മദ്ഹബ് അനുസരിച്ച് എല്ലാ രാത്രിയിലും നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. അതായത് സുബ്ഹി ബാങ്കിന് മുമ്പായിട്ട് നിയ്യത്ത് നിർബന്ധമാണ്. അത് തറാവിന്റെ ടൈമിൽ തന്നെ ആവുന്നില്ല, ഇശാ കഴിഞ്ഞിട്ടാവാം, മഗ്രിബ് കഴിഞ്ഞിട്ടാവാം, പിന്നെ സുബ്ഹിക്ക് അത്താഴ സമയത്താവാം. സുബ്ഹിക്ക് മുമ്പായിട്ട് നിയ്യത്ത് നിർബന്ധമാണ് ഷാഫി മദ്ഹബ് അനുസരിച്ച്. പക്ഷേ ഹനഫി മദ്ഹബില് ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാലും, പിന്നെ മാലികി മദ്ഹബില് ഒരേ പ്രാവശ്യം നിയ്യത്ത് വെച്ചാൽ 1 മാസത്തേക്ക് മതി. അതുകൊണ്ട് ഇന്നലെ നമ്മൾ നിയ്യത്ത് വെച്ചത് അത് സുന്നത്തുണ്ട്. അങ്ങനെ വെക്കൽ നമുക്ക് എന്തേ, ഇടയ്ക്ക് എപ്പെങ്കിലും മറന്നുപോയാൽ നമുക്ക് ആ നിയ്യത്ത് മതിയാക്കാം. പക്ഷേ എന്ത് ചെയ്യണം? അന്നത്തെ ദിവസം മാലികി മദ്ഹബ് ഞാൻ തഖ്ലീദ് ചെയ്ത് നോമ്പ് നോക്കുന്നത് നിയ്യത്ത് ചെയ്യണം. ഇത് മാലികി മദ്ഹബ് പ്രകാരം നോമ്പ് നോക്കുന്നത് ഒരു തഖ്ലീദ് ചെയ്താൽ എന്താവും? ആ നോമ്പും കൂടി കിട്ടും, എപ്പെങ്കിലും മറന്നുപോയാൽ. അതല്ലെങ്കിൽ മറ്റൊരു കാര്യം, ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് ചെയ്യണം. നമുക്ക് സുന്നത്ത് നോമ്പിന് ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് മതിയാകും. ഏത് സുന്നത്ത് നോമ്പിന്? അതുപോലെ റമദാന്റെ നോമ്പിന് മതിയാകണമെങ്കിൽ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്യണം. ഞാൻ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തിട്ട് ഇന്നത്തെ നോമ്പ് നോക്കുന്ന അങ്ങനെ നിയ്യത്ത് ചെയ്താൽ അങ്ങനെ അതും മതിയാകും. അല്ലെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. നിയ്യത്ത് എന്നുള്ളത് കരുതുക, മനസ്സുകൊണ്ടാവുക. നാം വായിൽ ഇങ്ങനെ വായിൽ പറഞ്ഞ നിയ്യത്താവുകയില്ല. നിയ്യത്തിന്റെ അടുത്തന്നെ കരുതുക. ഒരാള് വായിലൊന്നും ചെല്ലില്ല, മനസ്സുകൊണ്ട് കരുതുക, മതിയാവുക. അതേപോലെ നിസ്കാരത്തിൽ നിയ്യത്തായാൽ മനസ്സിൽ വരുന്നത്. അങ്ങനെ ഒന്നാമത്തത് നിയ്യത്ത്, തബീത്ത്, തഈൻ, നിശ്ചിതപ്പെടുത്തുക. അതായത് റമദാന്റെ നോമ്പ് എന്ന് നമ്മൾ മനസ്സിൽ വരുന്നത്. ഏത് നോമ്പ്? റമദാനിന്റെ ഫർദ് നോമ്പ്. ഇത്രയെങ്കിലും എന്താവണം മനസ്സിൽ വരണം. റമദാന്റെ ഫർദ് നോമ്പ് ഞാൻ നോക്കും, നവൈതു സൗമ റമദാൻ, ഇത്ര നിർബന്ധമാണ്. നവൈതു സൗമ റമദാൻ, റമദാന്റെ നോമ്പ് ഞാൻ നോക്കുന്നു. നാളത്തത് അതായത് അല്ലാഹു തആല സുന്നത്ത്. റമദാന്റെ ഫർദ് നോമ്പ് ഞാൻ നോക്കുന്നു. ഇത്രയെങ്കിലും മനസ്സ് നമുക്ക് നിയ്യത്ത് വെക്കുമ്പോൾ ഉണ്ടാവണം. ഇതാണ് ഒന്നാമത്തെ ഫർദ്. രണ്ടാമത്തെ ഫർദ്, നോമ്പ് മുറിച്ചു കളയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഫജ്ർ മുതൽ മഗ്രിബ് വരെ ഉപേക്ഷിക്കുക. മുഫത്തിറാത്തു സൗം. ആ നോമ്പ് മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, 2 എന്ന് പറയാം, ബാക്കി നാളെ. ഒന്നാമതായി പറയുന്നത് സിമാർ. ഈ നോമ്പ് മുറിച്ചു കളയുന്ന കാര്യത്തിൽ അവിടെ പറയുന്നത് ആദിദാവണം, ആലിമാവണം. അതായത് മനഃപൂർവമായി ചെയ്താൽ, അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നോമ്പ് പറയും. അത് സിമാർ.
സംയോഗം, ഭാര്യ ഭർത്താവായിട്ട് ബന്ധപ്പെടുക, ഇതുകൊണ്ട് നോമ്പ് മുറിയും എന്നല്ലാതെ അതിന് നോമ്പ് അങ്ങനെ ഫസാദാക്കിയാൽ അതിന് ഫൈൻ കൊടുക്കേണ്ടതുണ്ട്. എന്താണ്? ഒരാൾ റമദാന്റെ പച്ചപ്പകലിൽ വെച്ച് ഭാര്യയുമായി സിമാ ചെയ്താൽ അവനെന്താക്കണം? കഫാറത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു അടിമയെ മോചിപ്പിക്കണം. അതിപ്പോ ഇല്ല, അല്ലെ? അതല്ലെങ്കിൽ തുടർച്ചയായി 60 ദിവസം നോമ്പ് നോക്കണം. എത്ര? ഒരു ദിവസത്തിൽ നോമ്പ് ഫസാദാക്കിയാൽ തുടർച്ചയായി, ഇതാർക്ക് നിർബന്ധം? പെണ്ണിനല്ല, ഭർത്താവ്. എന്താണ്? 60 ദിവസം തുടർച്ചയായി നോമ്പ് നോക്കണം. അങ്ങനെ അതിനും സാധിക്കാത്തവരെങ്കിൽ എന്ത് ചെയ്യണം? 60 മിസ്കിന്മാർ, സാധിച്ചില്ലെങ്കിൽ മാത്രം 60 മിസ്കിന്മാർക്ക് ഓരോ മുത്ത് ആഹാരം ഉണ്ടാക്കണം, കൊടുക്കണം. ഇത് ഒരു ദിവസത്തെ നോമ്പ് അങ്ങനെ റമദാൻ ഫസാദാക്കിയാൽ പറഞ്ഞത് നോമ്പ് ബാത്തിലാവും. അതുകൊണ്ട് രണ്ടാമത്തത് വസ്തിംന, അതായത് മനി പുറപ്പെടുവിക്കുക, മനി സ്കലിപ്പിക്കുക. ഒരാള് റമദാൻ നോമ്പ് നോക്കിയിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങും, അല്ലെങ്കിൽ സുബഹിസ്കരിച്ചിട്ട് ഉറങ്ങും. അപ്പൊ സ്ഖലനമുണ്ടായി, എന്നാൽ നോമ്പ് ബാത്തിലാവുകയില്ല. സ്വപ്നസ്ഖലനം, ഉറക്കിൽ. പക്ഷേ അവന്റെ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ഹറാമിലേക്ക് നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഭാര്യവുമായി കളിച്ചിട്ടോ, ചുംബിച്ചിട്ടോ, ചിമാനില്ല, ചുംബിച്ചിട്ടോ, വേണ്ടാത്ത ചെയ്തിട്ടോ, അല്ലെങ്കിൽ കൈകൊണ്ടും അനുമതിപ്പെട്ട ഹറാമല്ല, പക്ഷെ അങ്ങനെ ചെയ്തു എങ്കിലും എന്താവും? നോമ്പ് മുറിയും. മൂന്നാമതായിട്ട് പറയുന്നത് 10 മിനിറ്റ് നിർത്താം. ഇത് ഛർദിപ്പിക്കുക, കാറിപ്പിക്കുന്നത് സ്വന്തമായി. തൊണ്ടക്ക് ബ്രഷ് പണ്ണിയുണ്ടാക്കുന്ന നോമ്പിന്റെ സമയത്തിൽ സുബഹി മുതൽ മഗ്‌രിബ് വരെ പണ്യം ബ്രഷ് എന്താക്കണ്ട, തൊണ്ടയ്ക്ക് ഇട്ടിട്ട് ഇതാക്കി എന്താവും? ചിലപ്പോൾ കാറിപ്പോകും. അങ്ങനെയാണെങ്കിൽ നോമ്പ് ബാത്തിലാവും. അതല്ലെങ്കിൽ വേണിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി ഛർദിച്ചെങ്കിലും നോമ്പ് ബാത്തിൽ. അല്ലാതെ ഓൻ എന്തെങ്കിലും സുഖമില്ലാതെ കാറിപ്പോയി, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാർന്ന് തരാം, അതുകൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കി ഛർദിക്കുക, അതുകൊണ്ടാണ് നോമ്പ് ബാത്തിലാവുക. അതിന് ഒരു കഫ എടുത്ത്, കഫത്തിനെ എടുത്തത് കൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല. കഫ അയിനിന്റെ മഫ്രജിന്റെ താഴേക്ക് വന്ന് എന്താക്കണം? അതിന് തുപ്പണം, എനിക്ക് നോമ്പ് ബാത്തിലാവും. എന്താ വിഷയം? നാലാമത്തത് ദുഖൂലു ഐനി ജൗഫൻ, ഉള്ളിലേക്ക് തടിയുള്ളത് കടക്കുക. തടിയുള്ളത് പറയുമ്പോൾ ഈ കാറ്റ് പോയിട്ടുണ്ടാവില്ല ഉള്ളിലേക്ക്, ശ്വാസം വലിക്കുക, അതുകൊണ്ട് നമുക്ക് ബാത്തിലാവുകയില്ല. ഉള്ളു എന്ന് പറയുമ്പോൾ ദ്വാരങ്ങൾ, ചെവിന്റെ ഉള്ളു, പിന്നെ തൊണ്ട, പിദ്വാരം. അതുകൊണ്ടാണ് പകൽ സമയത്ത് കുളിക്കുമ്പോ മുങ്ങി കുളിക്കാൻ പാടില്ല. അറിയാതെ പോയാലും ബാത്തിലാവും. മുങ്ങി കുളിക്കുമ്പോ അറിയാതെ വെള്ളം കടന്നാലും നോമ്പ് ബാത്തിലാവും. പിന്നെയോ കോരി കുളിക്കുമ്പോ അറിഞ്ഞുകൊണ്ട് പോയാൽ ബാത്തിലാവും. എവിടെ ചെലുത്തുണ്ടാക്കി തന്നിട്ട് ബാത്തിലാവും. സുന്നത്തും ഫർളുമായ കുളിയാണെങ്കിൽ പകൽ സമയത്തിൽ അറിയാതെ പോയാൽ ബാത്തിലാവുകയില്ല. മനസ്സിലായില്ലേ? അറിയാതെ അല്ലാത്ത കുളി മുങ്ങി കുളിച്ചാൽ ബാത്തിലാവും. പിന്നെ പട്ടി കുളിക്കുമ്പോ അത് തെറ്റിട്ട് പോയാൽ ബാത്തിലാവും. അത് മനസ്സിലാക്കണം. സുന്നത്തും ഫർളുമായ കുളി മാത്രം പകലിൽ കുളിക്കാം. അപ്പൊ പകൽ കുളിക്കുന്ന നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് വേർത്തിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഒരു നിയത്ത് വെക്കണം. അത് നവാപത്തിന് വേണ്ടി, വെടിപ്പാവാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു, അല്ലെങ്കിൽ തടി പകർച്ചയായ സുന്നത്ത് കുളിക്കുന്നു. അങ്ങനെ നിയത്ത് വെച്ചാൽ അറിയാതെ പോയാൽ നോമ്പ് ബാത്തിലാവുകയില്ല. പണ്ടേമ കുളിക്കുമ്പോ നിയത്തൊന്നും ഇല്ലാതെ പകലിൽ റമദാനിൽ അറിയാതെ പോയാലും ബാത്തിലാവും. എപ്പോ? സുന്നത്തും ഫർള് അല്ലാത്ത കുളിയെങ്കിൽ. അതുകൊണ്ട് പകൽ സമയത്ത് കുളിക്കാതിരിക്കാൻ നല്ലത്. നിർബന്ധമായ കുളിനെ മാത്രമേ കുളിക്കാം, അല്ലെങ്കിൽ ചുമ്മാ കുളിക്കാം. പിന്നെ രാത്രി, എല്ലാ രാത്രിയും കുളിക്കൽ സുന്നത്തന്നെ ഉണ്ട്. എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് പകലിന്റെ കുളി ഒഴിവാക്കലാണ് നല്ലത്. അതുപോലെ ഉള്ളിലേക്ക് കടക്കണമെന്ന് പറയുമ്പോ തുപ്പുനീര് കുലിയേക്ക് ബാത്തിലാവുകയില്ല. അല്ലാത്ത തടിയുള്ള കഫപ്പിരിയ ബാധ്യാവും അതുപോലത്തെ സാധനങ്ങൾ ഉള്ളിലേക്ക് പോയാൽ നോമ്പ് ബാധ്യത. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.